പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുകയാണ് 5-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, ഇതാ ഇവിടെ നോക്കുക, റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതാണ് എങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്തത്. എങ്ങനെ ഏക മനുഷ്യനാൽ. ഇവിടെ പറയാണ്, ആദാം എന്ന ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ആണ് പാപം ലോകത്തിൽ കടന്നത്. മനുഷ്യരിലേക്ക്, സകല മനുഷ്യരിലേക്കും പാപം പരന്നിരിക്കുന്നത് ഇൻവോളണ്ടറി ആയിട്ടാണ്. അതായത് ഒരാള് പാപി ആയിരിക്കുന്നത് ആ വ്യക്തി നിമിത്തമല്ല. യു ആർ എ സിന്നർ, നോട്ട് ബിക്കോസ് ഓഫ് യു, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഡിസിഷൻ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ചോയ്സ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ വിൽ. താങ്കളുടെ ഹിതം കൊണ്ടല്ല, താങ്കളുടെ തീരുമാനം കൊണ്ടല്ല, താങ്കളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടല്ല, താങ്കളുടെ ഇച്ഛ കൊണ്ടല്ല, മറിച്ച് മറ്റൊരാളുടെ തിരഞ്ഞെടുപ്പ് നിമിത്തം, മറ്റൊരു വ്യക്തി നിമിത്തം മനുഷ്യവർഗത്തിലേക്ക് പാപം പ്രവേശിച്ചു. ആ വാക്യത്തിൽ നമ്മൾ 2 കാര്യം വായിക്കുന്നത്, പാപവും മരണവും. Consequences of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സകല മനുഷ്യർ മർത്യരായി മാറി എന്ന് പറഞ്ഞാൽ മരണമുള്ളവരായി മാറി. മരണം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. സിൻ നേച്ചർ ഉള്ളവരായി തീർന്നു. ഹൗ? ബിക്കോസ് ഓഫ് ആദം. ആദം നിമിത്തം, നമ്മൾ ആരും നിമിത്തമല്ല, ഇൻവോളണ്ടറി ആണ്. ഇറ്റ് ഹാസ് ഹാപ്പൻ, നോട്ട് ബിക്കോസ് ഓഫ് മീ, നോട്ട് ബിക്കോസ് ഓഫ് യു, നോട്ട് ബിക്കോസ് ഓഫ് മൈ വിൽ, നോട്ട് ബിക്കോസ് ഓഫ് യുവർ വിൽ. ഇറ്റ് വാസ് നോട്ട് മൈ ഡിസിഷൻ, ഇറ്റ് വാസ് നോട്ട് മൈ ചോയ്സ്. എന്നാ പിന്നെ ഇന്ന് മുതൽ പാപിയായേക്കാം. ഞാൻ പാപിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ എന്റെ തീരുമാനമല്ല എന്നെ പാപിയാക്കി മാറ്റി. ബൈബിൾ തുറന്ന് പറയുകയാണ്. നമ്മൾ ശരിക്കും എന്താണ് ബൈബിൾ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആ ഭാഗം വായിച്ചു. ഇനി 19-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഏകലംഘനത്താൽ, ഇവിടെ നോക്കുക, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ആർക്ക് ജീവകാരണമായ നീതീകരണമാണ് വന്നത്? സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഹൗ? നോട്ട് ബിക്കോസ് ഓഫ് മീ, not because of my will, not because of your will, not because of my decision. It was not my choice. എന്റെ ഇച്ഛയല്ല, എന്റെ ഹിതമല്ല, എന്റെ തീരുമാനമല്ല, എന്റെ തിരഞ്ഞെടുപ്പല്ല. നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ്, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നത് കൊണ്ടല്ല. പാപം മനുഷ്യവർഗത്തിൽ കടന്നത് ആദാം നിമിത്തമാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് വ്യക്തിപരമായ പങ്കില്ലാതെ നിങ്ങളിൽ പ്രവേശിച്ചോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ തീരുമാനത്താൽ അധിഷ്ഠിതമല്ലാത്ത സകല മനുഷ്യർക്കും രക്ഷാകരമായ ജീവകാരണമായ നീതീകരണം വന്നിരിക്കുന്നു. ഇവിടെ 1 Corinthians chapter 15 verse 20
2 ആണ്. 1 കൊരിന്ത്യർ 15-22 വാക്യം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എങ്ങനെയാണ് എല്ലാവരും മരിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നത് ആരാണ് ആദാമിന്റെ മക്കൾ? ആദാമിന്റെ മക്കൾ ആരെല്ലാം ഉണ്ടോ അവരെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. ആദാമിന്റെ മക്കൾ ആരൊക്കെയാണ്? നിങ്ങൾ വിശ്വസിക്കുന്നത് ആദാമിന്റെ മക്കൾ ആരൊക്കെയാണ്? ആദാമിന്റെ മക്കൾ ഇവിടുത്തെ എല്ലാ മതത്തിലും പെട്ട ആളുകൾ, മതമില്ലാത്ത ആളുകൾ, മതരഹിതർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അനിമിസ്റ്റുകൾ, പ്രകൃതി ഉപാസകർ, പിതൃ ആരാധകർ, ആത്മാക്കളെ ആരാധിക്കുന്നവർ, അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ. അതുകൊണ്ടാണ് നമ്മൾ സുറിയാനി സഭയുടെ ഗീതങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്ന ആദാമക്കൾ കുത്ഥാനം വാഗ്ദാനം ചെയ്തോന്മശിഹ. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.